ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജു ആന്റണി, KSC ആയുർവേദ ഹോസ്പിറ്റൽ, ബഞ്ചാര ഹിൽസ്, ഹൈദരാബാദ്. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹെയർ ഫോളിനെ കുറിച്ചാണ്. നമ്മളിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ഹെയർ ഫോൾ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ. ഇതൊരു അസുഖമാണോ? മുടി കൊഴിച്ചിൽ ഒരു അസുഖമാണോ? അങ്ങനെ ചോദിച്ചാൽ ഒരു അസുഖമല്ല, പക്ഷെ അതൊരു കണ്ടീഷനാണ്, ഒരു ലക്ഷണമാണ്, ഒരു സിംറ്റമാണ് പല അസുഖങ്ങളുടെയും. എന്തുകൊണ്ടാണ് ഈ ഹെയർ ലോസ് ഉണ്ടാവുന്നത്? അത് നമുക്ക് അതിനെ രണ്ടായിട്ട് പറയാം. ലൈക്ക് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ആൻഡ് ആൻ ഇന്റേണൽ ഫാക്ടർ. എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ സംതിങ് ഔട്ട്സൈഡ്, പുറമേ ഉള്ള എന്തെങ്കിലും ഒരു കാരണത്താൽ. ലൈക്ക് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, അതൊരു വലിയ കാരണമാണ്. നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന അധികമായിട്ടുള്ള തണുപ്പ്, ചൂട് പോലുള്ള കാലാവസ്ഥകൾ, കാറ്റ്, യൂസ് ചെയ്യുന്ന വെള്ളം. മിക്കവാറും ഹോസ്റ്റലുകളിലും സിറ്റി ലൈഫിലും താമസിക്കുന്നവര് യൂസ് ചെയ്യുന്നത് ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലൂറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ വെള്ളം, താരൻ, ഇതെല്ലാം നമുക്കൊരു എക്സ്റ്റേണൽ ഫാക്ടർ എന്ന രീതിയിൽ പറയാം. ഇനി ഇന്റേണൽ ഫാക്ടർ, അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള എന്തെങ്കിലും ഒരു മെക്കാനിസത്തിന്റെ പ്രോബ്ലം. അത് മെയിൻലി വരിക ഒരു ബ്ലഡ് ഡെഫിഷ്യൻസി ആയിരിക്കാം. ബ്ലഡ് ഡെഫിഷ്യൻസി, അനീമിയ, അല്ലെങ്കിൽ കാൽസ്യം, വൈറ്റമിൻ ഡെഫിഷ്യൻസി, പോഷകങ്ങളുടെ കുറവ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡിന്റെ പ്രോബ്ലം, PCOD, PCOS പോലുള്ള പ്രോബ്ലം, നമ്മുടെ സ്ട്രെസ്, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്, സ്ലീപ്ലെസ്നെസ്, ഉറക്കക്കുറവ്. ഭൂരിഭാഗം IT-ലും മറ്റും വർക്ക് ചെയ്യുന്നവര്, വളരെ ഡിഫറെന്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഉറക്കക്കുറവ് നന്നായിട്ട് അലട്ടുന്നവരാണ്. ഇതെല്ലാം ഹെയർ ഫോളിന് ഒരു കാരണമാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ടാക്കിൾ ചെയ്യേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ 3 രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഒന്ന്, നമ്മളൊരു ഇന്റേണൽ കെയർ കൊടുക്കുക. ഉള്ളിൽ കഴിക്കേണ്ടതായ മരുന്നുകളും ആഹാരങ്ങളും അതിനെന്താണ് വേണ്ടത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. എക്സ്റ്റേണൽ കെയർ, നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്ത് കൂട്ടുന്ന, സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന ഓയിൽസ്, മസാജ്, ട്രീറ്റ്മെന്റ്സ്, എന്തൊക്കെയാണോ അതിനുവേണ്ടി സഹായിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ മെന്റൽ കെയർ, മാനസികമായിട്ടുള്ള സന്തോഷം. അത് നമുക്ക് എവിടെ നിന്നും വാങ്ങാൻ പറ്റുന്നതല്ല, ദാറ്റ് നമ്മൾ തന്നെ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഹെയർ ഫോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ KSACയിൽ പെക്യുലർ ആയിട്ട് അതിനു വേണ്ടി മാത്രമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇവിടെ നമ്മളത് കംപ്ലീറ്റ്ലി എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെന്റ്സ് ആണ് കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ ഹെയർ ഫോള് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, അതിന്റെ ചേഞ്ചസ്, ഓരോ കാലത്തിലുള്ള അതിന്റെ മാറ്റങ്ങൾ. കംപ്ലീറ്റ് എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെന്റ്സ് ആണ് KSAC ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യുന്നത്. താങ്ക് യു.